കുഞ്ച് ബിഹാരി ശ്രീഹരിദാസ്. നമ്മൾ ശ്രീമതി രാധാറാണി പറഞ്ഞു, തുളസി മഹാറാണി പറഞ്ഞു. ഇനി ആരെ പ്രാർത്ഥിക്കേണ്ടത്? ഇനി പ്രാർത്ഥിക്കേണ്ടതാണ് ബ്രജ് എന്ന്. വൃന്ദാവനത്തിൻ്റെ ഒരു പേരാണ് വ്രജം. നമ്മളിപ്പോൾ തൃശ്ശൂർക്കാരെന്നൊക്കെ പറയില്ലേ, അതേപോലെ വൃന്ദാവനത്തിലെ പറയുന്നത് വ്രജവാസികൾ എന്നാണ്. വൃന്ദാവനത്തിലെ ആൾക്കാർ വ്രജം എന്നാണ് വൃന്ദാവനത്തിനെ പറയുക. അപ്പോൾ വ്രജത്തിലെ രജ് പറഞ്ഞാൽ എന്താ? മണ്ണ്. എന്താ വൃന്ദാവനത്തിൻ്റെ മണ്ണിന് ഇത്രയും മഹത്വമുള്ളത്? നിങ്ങൾ ആലോചിക്കേണ്ട, എന്താ വൃന്ദാവനത്തിൻ്റെ മണ്ണിന് ഇത്രയും മഹത്വം? മണ്ണിനെ നമ്മൾ പ്രാർത്ഥിക്കുന്ന മണ്ണ്, ഇപ്പോൾ ഈ ഇട്ടിരിക്കുന്ന ചന്ദനം, ഇത് അവിടുത്തെ മണ്ണാണ്. അവിടുത്തെ മണ്ണ് നെറ്റിയിൽ നമ്മളിടുന്നു, അവിടുത്തെ മണ്ണിൽ നമ്മൾ കിടന്ന് ഉരുളുന്നു, അവിടുത്തെ മണ്ണ് നമ്മൾ വായിൽ വയ്ക്കും, കഴിക്കും. അവിടുത്തെ മണ്ണാണ് അവിടുത്തെ ഗോസ്വാമിമാരും ഗുരുക്കന്മാരൊക്കെ മുഖത്തൊക്കെ വയ്ക്കുക, മേത്തൊക്കെ വയ്ക്കും. എന്താ മണ്ണിന് ഇത്രയും മഹത്വം? ഓഫ് കോഴ്സ് നമുക്കറിയാം, കൃഷ്ണൻ്റെ കാൽപാദം പതിഞ്ഞ മണ്ണ്, ശ്രീമതി രാധാറാണിയുടെ കാൽപാദം പതിഞ്ഞ മണ്ണ്, ഗോപികമാരുടെ എല്ലാം കാൽപാദം പതിഞ്ഞ മണ്ണ്. സാക്ഷാൽ മഹാദേവൻ പോലും വന്നിട്ടുണ്ട് അവിടെ, ദേവന്മാർ വന്നിട്ടുണ്ട്. ഭക്തജനങ്ങൾ, സന്തുക്കൾ, ഗോസ്വാമിമാർ എല്ലാവരുടെയും കാൽപാദം തൊട്ട് ദിവ്യമായിട്ടുള്ള മണ്ണാണ് വൃന്ദാവനത്തിലെ മണ്ണ്. അവിടുത്തെ മണ്ണിന് എന്താ അത്ര പ്രത്യേകത? ഭഗവാന്റെ ലീലകൾ സാക്ഷിയായിട്ടുള്ള മണ്ണ് അല്ലേ, ഭഗവാന്റെ പാദം പതിഞ്ഞ മണ്ണ്. അപ്പോൾ ആ മണ്ണിന് എത്ര മഹത്വം! നമ്മൾ ആ മണ്ണിലേക്ക് പോകുമ്പോൾ എത്ര റെസ്പെക്റ്റ് കൊടുക്കണം അല്ലേ. നമ്മൾ അവിടെ കാല് കുത്താണ്. വൃന്ദാവനത്തിൽ നമ്മൾ മധുരയിൽ ഇപ്പോൾ ട്രെയിനിലാണ് വരണമെന്ന് വെച്ചാൽ മധുരയിൽ ഇറങ്ങി നമ്മൾ വൃന്ദാവനത്തിലെത്തുന്നു. ഫ്ലൈറ്റിലാണെങ്കിൽ ഡൽഹിയിൽ ഇറങ്ങി അല്ലെങ്കിൽ ആഗ്ര നമ്മൾ ഇറങ്ങി, നമ്മൾ ടാക്സിയോ എന്തോ വിളിച്ച് വൃന്ദാവനത്തിലെത്തി അവിടെ കാലെടുത്ത് വെക്കുമ്പോൾ കാലിൽ ചെരുപ്പ് വേണ്ട. എന്തിനാ ചെരുപ്പ് അങ്ങോട്ട് മാറ്റി വയ്ക്കാം. നമ്മൾക്ക് ആ പാദം തൊടുന്നതിന് മുന്നേ നമ്മളൊന്ന് നമസ്കരിക്കുക. അവിടെ ആ റോട്ടിലൊന്നും മണ്ണിൽ പോയി നമസ്കരിക്കുക. കാരണം നമുക്കവിടെ കാല് കുത്താനുള്ള അവസരം ശ്രീമതി രാധാറാണി തന്നു അല്ലേ. ഭഗവാന്റെ പത്മപാദം പതിഞ്ഞ മണ്ണിൽ നമുക്ക് കാല് കുത്താനുള്ള അവസരം തന്നില്ലേ. അപ്പം നമ്മൾ എത്ര നന്ദി പറഞ്ഞാലാ മതിയാവാത്ത. ആദ്യം നമ്മൾ നമസ്കരിക്കും. നമുക്ക് ചെരുപ്പ് വേണ്ട വൃന്ദാവനത്തിൽ. നമ്മളൊരു സ്ഥലത്ത് പോകുമ്പോൾ അവിടുത്തെ മര്യാദകൾ പാലിക്കാം, ആ റെസ്പെക്റ്റ്. ഇപ്പോൾ കാലിനൊക്കെ വയ്യാത്തവരാണെങ്കിൽ സോഫ്റ്റ് ചപ്പൽസൊക്കെ ഇടുക. കുഞ്ഞുങ്ങൾക്കൊന്നും പറ്റില്ല. ഞാൻ അവരെയൊന്നും അല്ല പറയണേ, എക്സെപ്ഷൻസ് ഉണ്ട് കേട്ടോ. ഇങ്ങനെ പറയുമ്പോൾ അയ്യോ എനിക്ക് കാലിന് വയ്യ, അതൊന്നും അല്ല. ആരോഗ്യം ഉണ്ടെങ്കിൽ നമ്മൾ ചെരുപ്പൊന്നും ഇടരുത്. ആ മണ്ണിൽ ചവിട്ടുന്നതിന് മുന്നേ തൊഴുതിട്ട് നമ്മൾ മണ്ണിൽ ചവിട്ടുക. അത്രയും മഹത്വമാണ്. എന്താ വൃന്ദാവനത്തിലെ മണ്ണിൽ ഇനി ഒരു മഹത്വം കൂടി ഉണ്ട്. കാരണം എന്താ, അവിടുത്തെ മണ്ണിൽ ആരുടെ പാദം കൂടി പെട്ടിട്ടുണ്ട്? ഞാൻ പറഞ്ഞു, പ്രധാന ഗോപിക ശ്രീമതി രാധാറാണി. ഗോപികമാരുടെ പാദം പെട്ടിട്ടുണ്ട്. ആരാണ് ഈ ഗോപികമാർ? എന്താ ഗോപികമാർക്ക് ഇത്രയും മഹത്വം? എന്താ ഗോപികകളുടെ സ്ഥലമാണ് വൃന്ദാവനത്തിൽ പോകണമെങ്കിൽ. ഇപ്പം ഞാൻ കണ്ടു ഈ ഷോൾ ഇങ്ങനെ എടുക്കുന്നു. ഇടയ്ക്കിടയ്ക്ക് ഞാൻ ഷോൾ എടുക്കുന്നു, ഞാൻ വളയിട്ടിരിക്കുന്നു. ഈ ഷോളൊക്കെ ഊരി വെച്ചിട്ട് ഇങ്ങനെ പറഞ്ഞാൽ പോരെ അല്ലേ. ഞാൻ വൃന്ദാവനത്തിനെക്കുറിച്ച് പറയുമ്പോൾ അതിൻ്റെ മര്യാദകളോടുകൂടി പറയണം അല്ലേ. ഗോപി ഭാവത്തിൽ പറയണം. സേചരി ഭാവത്തിലാണ്, ഗോപി ഭാവത്തിലാണ് വൃന്ദാവനത്തിലെ കൃഷ്ണനെ രാധനെ നമുക്ക് കിട്ടുള്ളൂ. നിങ്ങൾ കാണാൻ പോകുന്നത് വൃന്ദാവനത്തിലെ കൃഷ്ണനെ രാധനയാണെങ്കിൽ ആ കൃഷ്ണനെ രാധനയെ നമുക്ക് കിട്ടണമെങ്കിൽ, നമുക്ക് ഭഗവാനെ കാണാൻ പറ്റണമെങ്കിൽ നമ്മൾ ഗോപികയായി മാറണം. എന്താ ഭഗവാൻ ഗോപികമാർക്ക് ഇത്രയും മഹത്വം കൊടുത്തത്? എന്താ യാദവകുലത്തിലുള്ള സാധാരണ വലിയ പഠിപ്പൊന്നും ഇല്ലാത്ത പാലും തൈരും വെണ്ണയും വിറ്റ് നടക്കുന്ന സ്ത്രീകൾക്ക് എന്താ ഇത്രയും മഹത്വമുള്ളത്? അവരുടെ ഭക്തി എന്താ ഇത്രയും ശ്രേഷ്ഠത? ഗോപികമാരെയും നമസ്കരിക്കണം, ഗോപികമാരെയും പ്രാർത്ഥിക്കണം വൃന്ദാവനത്തിൽ പോകുമ്പോൾ. അല്ലെങ്കിൽ അവരുടെ ഭക്തി ഇത്രയ്ക്ക് ശ്രേഷ്ഠത എന്തുകൊണ്ടാണെങ്കിൽ നമുക്ക് കുറച്ച് ബാക്കിലേക്ക് പോവാം അല്ലേ. ത്രേതായുഗത്തിലേക്ക് പോവാം. ത്രേതായുഗത്തിൽ ശ്രീരാമസ്വാമി വനവാസ സമയത്ത് പോകുമ്പോൾ കുറച്ച് ഋഷിവര്യന്മാർ പോലും ശ്രീരാമസ്വാമിയുടെ സൗന്ദര്യം കണ്ട് മോഹിച്ചു എന്നാണ് പറയണത്. അത്രയും ഭംഗിയാണ് ഭഗവാനെ കാണാൻ. നമ്മളാരും മോഹിക്കുന്നു ഭഗവാനെ സിൻസിയറായിട്ട്. അതായത് ഒന്നിനും വേണ്ടിയിട്ടല്ല, അയ്യോ എനിക്ക് കാറ് കിട്ടണം, അല്ലെങ്കിൽ എനിക്ക് ഫ്ലാറ്റ് വേണം, അല്ലെങ്കിൽ വീട് വേണം, അങ്ങനെയല്ല. നിഷ്കാമമായിട്ട് ഭഗവാനെ ഒന്നും എക്സ്പെക്റ്റ് ചെയ്യാതെ ഭഗവാന് പായസം ഉണ്ടാക്കുന്നതിന് എനിക്ക് സന്തോഷം. ഭഗവാൻ ഉണ്ടാക്കി കൊടുക്കുമ്പോൾ ഒരു സന്തോഷം, വൃന്ദാവനത്തിൽ പോകുമ്പോൾ സന്തോഷം, ആ കാഴ്ചകൾ കാണുമ്പോൾ സന്തോഷം. ഇതാ ഒരാളോട് പറയുമ്പോൾ നമുക്ക് കിട്ടുന്ന ഒരു ആനന്ദം അല്ലേ. അങ്ങനെ ഭഗവാനെ മോഹിച്ചു ആ സന്യാസിമാർ. പക്ഷെ അപ്പോൾ ഭഗവാനെ അവർക്ക് പ്രാപ്തമാക്കാൻ പറ്റിയില്ല. അപ്പോൾ ഭഗവാൻ പറഞ്ഞു, വെയിറ്റ്, നമുക്ക് ദ്വാപരയുഗം ആവട്ടെ. ദ്വാപരയുഗത്തിൽ ഇവരാരായി മാറി? ഗോപികമാരായി മാറി. സന്യാസിമാർ. അവർക്ക് കൃഷ്ണനെ കിട്ടുകയാണ് ആ ഗോപികമാർക്ക്.
ഓക്കെ, ഞാൻ അവരുടെ പൂർവ്വജന്മം പറഞ്ഞു എന്ന് മാത്രം. നമുക്ക് ഈ ജന്മത്തിലേക്ക് വരാം. ഈ ഗോപികമാരുടെ മഹത്വം എവിടുന്നാണ് തുടങ്ങുന്നത്? എന്നും എണീക്കുന്നു അല്ലേ? എന്നും എണീറ്റിട്ട് അവർ പാലുണ്ടാക്കുന്നു, തൈരുണ്ടാക്കുന്നു, വെണ്ണ ഉണ്ടാക്കുന്നു, അത് കടഞ്ഞ് വെക്കുന്നു. അത് കടഞ്ഞ് വെക്കുമ്പോൾ അവരുടെ മോഹം എന്താ? അവർക്കറിയാം അത് കൃഷ്ണൻ വന്ന് എടുക്കുമെന്ന്. അപ്പോൾ കൃഷ്ണൻ വന്ന് വെണ്ണ മോഷ്ടിക്കുന്നു. എന്താ മോഷ്ടിക്കുന്നത്? വെണ്ണ മാത്രമല്ല, അവരുടെ മനസ്സും മോഷ്ടിച്ചു കൊണ്ടുപോയി ഈ കൃഷ്ണൻ. ചിത്ത ചോർന്ന കൃഷ്ണനിൽ നമ്മുടെ മനസ്സ് അട്രാക്റ്റ് ചെയ്യും കൃഷ്ണൻ. നമ്മുടെ മനസ്സ് മോഷ്ടിച്ചു പോവും. കൃഷ്ണൻ നമ്മളെ ആകർഷിച്ചു കഴിഞ്ഞാൽ പിന്നെ നമ്മൾ ആ വലയത്തിൽ പെട്ടു. നമുക്ക് പുറത്ത് വരാൻ പറ്റില്ല. അങ്ങനെ ഞാനും പെട്ടുപോയത്. അങ്ങനെ ഈ ഗോപികമാരെന്ത് ചെയ്തു? പരാതിയല്ല, അത് അവരുടെ സ്നേഹമാണ് കേട്ടോ. അപ്പോൾ ഭഗവാന് മനസ്സിലായി ഇവരുടെ സമ്പത്ത്, ഇവരുടെ അസറ്റ് വെണ്ണയും തൈരും ഒക്കെയാണെന്ന്. അപ്പോൾ ഭഗവാൻ എന്ത് ചെയ്തു? നമുക്ക് എന്താണോ കൂടുതൽ അറ്റാച്ച്മെൻറ്റ് അതങ്ങ് എടുത്തുകൊണ്ട് പോയി ഭഗവാൻ. നമുക്ക് എന്താ കൂടുതൽ അറ്റാച്ച്മെൻറ്റ്? വ്രജവാസികളെ സംബന്ധിച്ച് അവരുടെ സമ്പത്ത് വെണ്ണയും തൈരും പാലും. ഭഗവാൻ എന്ത് ചെയ്തു? അതെടുത്തു. അപ്പോൾ എന്തായി? ഇവർ ഊണിലും ഉറക്കത്തിലും അയ്യോ കൃഷ്ണൻ എപ്പോഴാണ് വരിക, കൃഷ്ണൻ ഇതെപ്പോഴാണ് എടുക്കുക. പിന്നെ അവരെന്തായി? അത് ഇവർ ഉണ്ടാക്കുന്നതേ കൃഷ്ണന് വേണ്ടിയിട്ടായി. കാരണം അതവർ കൃഷ്ണൻ എടുക്കുന്നത് എൻജോയ് ചെയ്യാൻ തുടങ്ങി. കാരണം അവർക്ക് യശോദാമ്മയുടെയും നന്ദഗോപരുടെയും മകനെ അത്രയും വാത്സല്യമായിരുന്നു, അവർക്ക് അത്രയും ഇഷ്ടമായിരുന്നു. അവരുടെ ലോകം കൃഷ്ണനായിരുന്നു. അവർ ഊണിലും ഉറക്കത്തിലും കൃഷ്ണനെ ആലോചിച്ചുകൊണ്ടിരുന്നു. നമ്മൾക്കിപ്പോൾ ഭഗവാനെ പ്രാർത്ഥിക്കണമെങ്കിൽ ഞാനിപ്പോൾ നിങ്ങളോട് ഈ കഥ പറയുന്നു. ഞാൻ കാലത്ത് എണീക്കുന്നു, കുളിക്കുന്നു, ചന്ദനം തൊടുന്നു, ഞാൻ വിളക്ക് കത്തിച്ച് ഇരുന്ന് പറയുന്നു. പക്ഷെ അവർക്കത് ആവശ്യമില്ല. അവർക്ക് എന്താ? അവർ നിരന്തരമായി സ്മരിക്കുന്നു കൃഷ്ണനെ. എപ്പോഴും ഉറങ്ങുമ്പോഴും എണീക്കുമ്പോഴും കുളിക്കുമ്പോഴും നടക്കുമ്പോഴും വെണ്ണ വിൽക്കുമ്പോഴും അങ്ങനെ സദാ കൃഷ്ണനെ എന്തെങ്കിലും കിട്ടാൻ വേണ്ടിയിട്ടാണോ? അല്ലല്ല. അവരുടെ അടുത്ത് നിന്ന് എടുത്തോണ്ടാണ് പോകുന്നത് കൃഷ്ണൻ. അവരുടെ അടുത്ത് നിന്ന് മോഷ്ടിച്ചുകൊണ്ടാണ് പോകുന്നത്. ഒന്നും കിട്ടാനല്ല. അവർക്ക് കൃഷ്ണനെ കിട്ടിയാൽ മതി, അവർക്ക് വേറെ ഒന്നും വേണ്ട. അങ്ങനെ സദാ ഈ ഗോപികമാർ കൃഷ്ണനെ ആലോചിച്ചുകൊണ്ടിരിക്കുന്നു. കുളിക്കാൻ പോകുമ്പോൾ അവരുടെ ചേല മോഷ്ടിച്ചുകൊണ്ട് പോയി ഭഗവാൻ. അവരുടെ ദേഹബോധം, അവർക്ക് ഏറ്റവും പ്രിയപ്പെട്ട വസ്ത്രങ്ങൾ കൊണ്ടുപോയി. അങ്ങനെ അവരെ എല്ലാ അർത്ഥത്തിലും ഭഗവാൻ സ്വന്തമാക്കി. അങ്ങനെ ഇരിക്കുന്ന ഗോപികമാർ സദാ കൃഷ്ണനെ ചിന്തിച്ചുകൊണ്ടിരിക്കുന്നു. ഊണിലും ഉറക്കത്തിലും കൃഷ്ണനെ ചിന്തിച്ചുകൊണ്ടിരിക്കുന്നു. ആ ഗോപികമാരുടെ ഭക്തി നമുക്ക് കിട്ടണം. ആ നിഷ്കാമമായ ഭക്തി, ഒന്നും പ്രതീക്ഷിക്കാതെയുള്ള ഭക്തി, ആ ഭക്തി കിട്ടണമെങ്കിൽ ആ ഭക്തിയിൽ കൂടെയാണ് നമുക്ക് വൃന്ദാവനം കാണാൻ പറ്റുള്ളൂ. ഗോപി ഭാവത്തിൽ വേണം നമ്മൾ വൃന്ദാവനം കാണാൻ. എന്തുകൊണ്ടാണ്? അവർ ഓടുന്നത് കൃഷ്ണനെ ആലോചിച്ചിട്ടാണ്. അവർക്ക് മനസ്സ് മെഡിറ്റേറ്റീവ് മോഡിലൊന്നും കൊണ്ടുവരണ്ട കൃഷ്ണനെ ആലോചിക്കാൻ. അവരെപ്പോഴും കൃഷ്ണനെ ആലോചിക്കുന്നു. അവരെല്ലാം മറന്ന് അവരുടെ ഫാമിലി, അവരുടെ വീട് എല്ലാം വിട്ട് കൃഷ്ണനെ വേണ്ടി ഓടിയവർ അല്ലേ? കൃഷ്ണനെ കിട്ടാൻ വേണ്ടി ഓടി. ഇത്രയും ഇന്നസെൻ്റ് ആയിട്ടുള്ള ഡിവോഷൻ, അതായത് പ്യുവർ ഡിവോഷൻ, ഇതാണ് നമുക്ക് വേണ്ടത്. ഇതെവിടെ നിന്നാണ് കിട്ടുള്ളൂ? നമുക്ക് ഗോപികമാരുടെ അടുത്ത് നിന്നേ കിട്ടുള്ളൂ. ഈ ഗോപികമാരുടെ ഭക്തി ലോകത്തിന് മുന്നിൽ കാണിച്ചു കൊടുക്കണമെന്ന് കൃഷ്ണനൊരാഗ്രഹം തോന്നി. എങ്ങനെ ആഗ്രഹിച്ചു? ഭഗവാൻ ഉദ്ധവരെ വിട്ടു അല്ലേ? ഉദ്ധവരെ വൃന്ദാവനത്തിൽ വിട്ടിട്ട് ഈ ഭക്തി ഒന്ന് എക്സ്പ്ലെയിൻ ചെയ്ത് കൊടുത്തു. അത് നെക്സ്റ്റ് വീഡിയോയിൽ